തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ തേടുന്നു അന്തി നിലാവളി അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഞാൻ ഇവനോട് പറയുകയായിരുന്നു ഇത്രയും നേരമായിട്ട് അവനെ കാണാത്ത സ്ഥിതിക്ക് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാൻ. അപ്പോഴാ സാറിന്റെ വരവ്. കൊള്ളാം, അസലായിട്ടുണ്ട് അമ്മയുടെ മോന്റെ അഭിനയം. മത്സരത്തിന് വിട്ടാ 1ാം സ്ഥാനം ഉറപ്പാ. പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട. അറിയാലോ, അന്നവനൊരു വാക്ക് തന്നിട്ടാ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. അത് വിശ്വസിച്ച് ഒരു പെൺകുട്ടി അവിടെ രജിസ്റ്റർ ഓഫീസിൽ കാത്തു നിൽക്കുക. അതിനെ ചതിക്കാൻ അമ്മയും മക്കളും ചേർന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. ഓർമ്മ വേണം. സാർ എന്താ ഈ പറയുന്നേ? വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനും ഞങ്ങൾ തയ്യാറാ. പറഞ്ഞ വാക്ക് തെറ്റിച്ച ശീലമൊന്നും മംഗലത്ത് വീട്ടുകാർക്കില്ല. പക്ഷേ അവൻ വരാതെ എന്ത് ചെയ്യാനാ? ഞാൻ വന്നാ മതിയോ? നിർത്തണോ? എന്താ തന്റെ വിചാരം? കയ്യിൽ കുറച്ച് പൂത്ത കാശുണ്ടെന്ന് കരുതി ആരെയും വിഡ്ഢികളാക്കാന്നോ? ഏത് കോലോത്ത തമ്പുരാനും തമ്പുരാട്ടി ആയാലും വഞ്ചനാ കുറ്റത്തിന് രണ്ടിനെയും പിടിച്ചകത്തിടാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആവശ്യം അവനെയാ. അന്വേഷിക്ക സാറേ, അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ ഞങ്ങളും പറയുന്നേ. ഇനിയിപ്പോ സാറിന് വയ്യെങ്കി പറ. ഇതിനേക്കാൾ നക്ഷത്രചിഹ്നം കൂടുതലുള്ളവര് മുകളിലുണ്ടല്ലോ. ഞങ്ങൾക്കറിയാം അവരെ വിളിച്ചു പറയാൻ. എങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കിക്കോ. പറയുന്ന സമയത്ത് ഞാൻ അവനെ അവരുടെ മുമ്പിൽ ഹാജരായിക്കോളാം. എന്താ? എന്താ മോളേത്? ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ട ചേച്ചി? എന്ന് വെച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എല്ലാത്തിനും പരിഹാരം ഉണ്ടാവോ? ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാന്നല്ലാതെ. അത്രയ്ക്ക് വലിയ ചതിയല്ലേ അവൻ എന്നോട് ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവൻ എന്നോട് ഇങ്ങനെ? ആത്മാർത്ഥമായി ഞാൻ അവനെ സ്നേഹിച്ചു. എല്ലാവരും എതിർത്തിട്ടും ഞാൻ അവനെ വിശ്വസിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. അതിന് ഇത്ര വലിയ ശിക്ഷ എനിക്ക് തരണമായിരുന്നോ? അവൻ ഇത്ര വലിയ ചതിയനാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ചേച്ചി. കുഞ്ഞിനെ നശിപ്പിക്കാൻ നിർബന്ധിച്ചപ്പോഴും അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി പറഞ്ഞപ്പോഴൊന്നും നീ അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ. മോളെ, കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ. നീ കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു നന്ദിനി. പ്രായത്തിന്റെ അവിവേകം നിന്നിൽ ഒത്തിരി കൂടിപ്പോയി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴല്ലേ നീ ചതി തിരിച്ചറിഞ്ഞത്.
ചേച്ചി എന്നോട് പോർക്കണം. തെറ്റ് പറ്റിപ്പോയി. നിങ്ങളൊക്കെ വേദനിപ്പിച്ചതിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പോട്ടെ, സാരമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനില്ല ചേച്ചി വീട്ടിലേക്ക്. അമ്മ എന്തു വെച്ചേയും എനിക്ക് നേരിടാൻ വയ്യ. ഏയ്, അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഉം. പിന്നെ നിന്നെ ചതിച്ചിട്ട് അവൻ എവിടെയും പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം. മോളു വാ. അതേടോ ഗിൽബട്ടെ, അത് തന്നെ എന്റെയും ആഗ്രഹം. ചത്ത് മണ്ണടിയും വരെ സുഖിച്ച് മതിച്ചങ്ങ് ജീവിക്കണം. അല്ലാതെ പിന്നെന്ത് ജീവിതം? ആകെ കൂടെ 50 or 60 വർഷം അത്രേ ഉണ്ടാവും ആയുസ്. അതിങ്ങനെ ആത്മാർത്ഥത കാണിച്ചും സെന്റിമെന്റ്സ് അടിച്ച് നശിപ്പിക്കാനൊന്നും ഈ ഗൗരിശങ്കറിന് കിട്ടില്ല. എനിക്ക് എന്റേതായ വഴി, ഇഷ്ടം, താല്പര്യം, അതിനപ്പുറത്തേക്കൊന്നും 1 ഇഞ്ച് കടക്കില്ല. എന്താ, അതല്ലേ വേണ്ടത് ഗിൽബട്ടെ? അത്രേ പാടുള്ളൂ. എന്നാലല്ലേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റൂ. അവളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞാണ് അല്ലേ ഗിൽബട്ടെ? പിന്നെ ഇതിലും വലിയ ആഘോഷമായിരിക്കും ഇപ്പൊ അവിടെ നടക്കുന്നത്. എന്നാലും ആരായിരിക്കും അവളുടെ വരൻ? നമ്മുടെ മച്ചമ്പി സർക്കിളത്തേക്കുമായിരിക്കും. അവനല്ലേ അവളെ കെട്ടിക്കാത്തതിൽ ഉറക്കം വരാത്തത്. ഒടുവിൽ അവൻ തന്നെ കെട്ടിക്കാണും. ആ, എങ്കിലവൻ ഭാഗ്യവാനാ. എന്റെ എച്ചില് തിന്നാൻ മാത്രം മഹാഭാഗ്യവാൻ. ദൈവം തമ്പുരാൻ പോലും കണ്ടുപിടിക്കില്ലാന്ന് വിചാരിച്ചു അല്ലടാ. നിന്നെ എനിക്ക് വേണം. എന്നെ വിഡ്ഢിയാക്കി രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? വിടില്ലേ ഞാൻ നിന്നെ. പറഞ്ഞ വാക്ക് നീ പാലിച്ചേ പറ്റൂ. നടക്കണം. എന്തിനാ മോളെ അമ്മായിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? ഇതൊക്കെ കണ്ട് ജീവിക്കുന്നതിലും ഭേദം ആ ഒരു ഉരുള ചോറില് എല്ലാം അങ്ങ് തീരുമായിരുന്നല്ലോ. എന്റെ ഈശ്വര, എന്തൊരു തലവിധിയാണ് ഈ കിഴവിയുടെ. മംഗലത്ത് മാളികയിലെ സാക്ഷാൽ ഗൗരീശങ്കരൻ നമ്മളെയൊക്കെ വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് അവനങ്ങ് ഒളിച്ചു കളിക്കായിരുന്നു അവന്റെ അമ്മൂമ്മയുടെ കുഴിമാടത്തില്. ഞങ്ങളുടെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ അവനെ തല്ലിയും കൊല്ലിയും ഒന്നും വേണ്ട. ഇറങ്ങി പോടാ എന്റെ കണ്ണിന്റെ മുമ്പിൽ. തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ? ഇനി അവളുടെ ശവം കൂടി കാണണോ നിനക്ക്? ഇറങ്ങി പൊയ്ക്കോണം. അമ്മായി വന്നേ വാ. പക്ഷെ ഒന്ന് ഓർത്തോണം, നീ എവിടെ പോയാലും ഒരു കാലത്ത് നീ രക്ഷപ്പെടില്ല. ഒന്ന് പ്രസവിച്ച ഒരു അമ്മയുടെ ശാപം ഉണ്ടാവും നിനക്ക്. അല്ലെങ്കിൽ ഞാൻ തൊഴുന്ന ഈശ്വരന്മാർക്ക് ശക്തിയില്ലെന്ന് കരുതിക്കൊള്ളാൻ ഞാൻ. ഇറങ്ങി പോടാ അവിടുന്ന്. അമ്മായി വാ. എന്തിനാ ഈ നശിച്ചവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ആർക്കും ഇവനെ കാണണ്ട. ചതിയനവൻ, കൂടും ചതിയൻ. ഇല്ല മാഷേ, ഇനി ഇവൻ ആരെയും ചതിക്കില്ല. അതിന്റെ ഒരു അവസരം ഇനി ഇവന് കിട്ടാനും പാടില്ല.
നിങ്ങളൊക്കെ പറയുന്നത് പോലെ എല്ലാം സഹിച്ചും ക്ഷമിച്ച് ഇവനെ വെറുതെ വിട്ടാ ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ അടുത്തിരിയെ തേടിപ്പോവും. അല്ലടാ? ചെയ്ത ചട്ടത്തരത്തിന് നിന്നെ അഴിയണ്ണിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, നന്നാവാൻ ഒരു അവസരം കൂടി തരിക ഞാൻ. ചെയ്ത തെറ്റിന് പരിഹാരം, അതിന് പറഞ്ഞ വാക്ക് നീ പാലിച്ചേ പറ്റൂ. നന്ദിനിയെ വിളിക്കും മാഷേ. ഇന്നു മുതൽ അവളുടെ ഭർത്താവായവൻ. എന്താടാ, സമ്മതമല്ലേ നിനക്ക്? നാവറിയിപ്പോടാ നിന്റെ. പറടാ, സമ്മതമല്ലേ നിനക്ക്? അതെ, സമ്മതമാണ്. നന്ദിനിയെ സ്വീകരിക്കാൻ എനിക്ക് സമ്മതം. പക്ഷേ എനിക്ക് സമ്മതമല്ല. നന്ദിനി, നീ എന്തേ പറയുന്നത്? സത്യോ ചേച്ചി, കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിച്ച് എന്നെ വേണമെങ്കിൽ കൊന്നു കളഞ്ഞേക്ക്. ഇവനെ പോലൊരു ചതിയന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനെ ഇനിയും ഞാൻ വിശ്വസിച്ചാൽ ഇവൻ വീണ്ടും എന്നെ ചതിക്കും. എന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ പറഞ്ഞ ഇവൻ ഇനി ഇനി എന്നെ കൊല്ലാനും മടിക്കില്ല. അത്രയ്ക്ക് ക്രൂരനാ ഇവൻ. വയ്ക്കോ, എനിക്ക് നിന്നെ കാണണ്ട. മോളെ, എന്തൊക്കെയാ നീ ഇവിടെ വിളിച്ചു പറഞ്ഞത്? എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനിയൊന്നും ആലോചിക്കാനില്ല ചേച്ചി. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് കരുതി ഞാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുകയൊന്നുമില്ല. ആത്മഹത്യ ചെയ്യാനും തയ്യാറല്ല. ജീവിക്കും. ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തി തന്റെ അടുത്തോടെ ജീവിക്കും. മോളെ, സിനിമയിലും നോവലിലോ കാണുന്ന പോലെ ഇതൊക്കെ പറയാൻ എളുപ്പമാ. ജീവിതത്തിൽ ഇതൊന്നും അത്ര എളുപ്പം തരണം ചെയ്യാനാവില്ല. വേണ്ടെന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം. വേണ്ട അമ്മാവ, എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ അവ സമ്മതിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഭയന്നിട്ടാ. എല്ലാവരെയും പേടിച്ചിട്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ മാത്രം എനിക്കൊരു കല്യാണം വേണ്ട. നന്ദിനി, ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണെന്ന് കരുതരുത്. അറിഞ്ഞുകൊണ്ട് നിന്നൊരു അപകടത്തിലേക്ക് പറഞ്ഞുവിടാനും ഞങ്ങൾക്കാവില്ല. എന്നാലും ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് നല്ലതല്ല മോളെ. നീ പറഞ്ഞല്ലോ കുഞ്ഞിനെ വളർത്തി തന്റെ അടുത്തോടെ നീ ജീവിക്കുമെന്ന്. എത്ര നാൾ? അഥവാ അങ്ങനെ കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞ് വളർന്ന് തന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തുത്തരവുണ്ട് നിനക്ക് പറയാൻ? ചത്തുപോയിന്ന് പറഞ്ഞോളാം ഞാൻ. അതല്ലേ ചേച്ചി ഇതിലും ഭേദം. അവിവേകം പറയരുത് മോളെ. ഇങ്ങനെയൊക്കെ ഇപ്പൊ തോന്നും. പക്ഷെ പ്രായത്തിന്റെ ആവേശം കെട്ടടങ്ങുമ്പോ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിയും. അപ്പോഴേക്കും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ജീവിതം കൈവിട്ടുപോകും. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് നന്ദിനി. മറ്റുള്ളവരെ പരിഹാസവും ആക്ഷേപവും കേട്ടു വളരുന്ന നിന്റെ കുഞ്ഞു പോലും അറിയാതെ
നിന്നെ ശപിച്ചു പോവും. അതൊക്കെ നേരിടാൻ നീ ഈ പറയുന്ന നിന്റെ തന്റേടൊന്നും അന്നുണ്ടായിന്ന് വരില്ല. എല്ലാവരിൽ നിന്നും ഒരുപാട് ഒറ്റപ്പെട്ടു പോവും മോളെ നീ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. നിങ്ങളെക്കാളൊക്കെ ഒരുപാട് ജീവിതം കണ്ടവനാ ഞാൻ. അതിന്റെ അനുഭവത്തിൽ നിന്ന് പറയുക, മോളി കല്യാണത്തിന് സമ്മതിക്കണം. അതുകൊണ്ട് നല്ലതേ വരൂ. ഇനി പറ, നിനക്ക് സമ്മതമല്ലേ? ചേച്ചി, അത് നീ ധൈര്യമായിരിക്കെ, എല്ലാം ശരിയാവും. ഇവൾക്ക് സമ്മതമാണെന്ന് അച്ഛൻ അവരോട് പറഞ്ഞേക്കോ. എന്താ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചോദിച്ചാ കേട്ടില്ലേ? എന്തിനാ ഈ എറണംകെട്ടവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇവൾ ഈ പടി ചവിട്ടാൻ ഞാൻ അനുവദിക്കില്ലെന്ന്. കണ്ടില്ലേ നിന്റെ അനിയൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? രാജകുമാരിയായിട്ട് വാഴിക്കാൻ കൊണ്ടുവന്നേക്കുവാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആനയെ അമ്പാരിയായിട്ട് നിൽക്കാമായിരുന്നു, അകത്തേക്ക് ആനയിക്കാൻ. അമ്മേ, അത് ഞാൻ ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. ഞാൻ പറയുന്നു കേൾക്ക്. വേണ്ട, നിന്റെ വിശദീകരണമൊന്നും വേണ്ട. ആ പൊന്ന സർക്കിൾ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ അവന്മാരുടെയൊക്കെ മുമ്പില് നീ ഇങ്ങനെ തല ഉരിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാണോ ഇല്ലടാ നിനക്ക് ഇവളെ പോലെ ഒരു അലവരാതിക്ക് വേണ്ടി ഇങ്ങനെ നട്ടല് വിളച്ചു കൊടുക്കാൻ.